ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇതെൻ്റെ സെക്കൻഡ് യൂട്യൂബ് വീഡിയോ ആണ്. ഫൈനലി നമ്മൾ ചൈനയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്തി. ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. 2 days ഞാൻ ബാംഗ്ലൂർ എൻ്റെ ചേച്ചിയുടെ കസിൻ സിസ്റ്ററുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ബാംഗ്ലൂർ മൊമെൻറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇത് ചേച്ചിയുടെ മോനാണ് അഹാൻ. എനിക്ക് കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫുൾ ഹാപ്പി മെമ്മറീസാണ്. ബിക്കോസ് അവരാണ് എപ്പോഴും ഞങ്ങളെ പുറത്ത് കൊണ്ടുപോവുക, ഫുഡ് വാങ്ങിത്തരിക, ഡ്രസ്സ് വാങ്ങിത്തരിക. ഫുൾ ഹാപ്പി മെമ്മറീസാണ് എൻ്റെ സിസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് എപ്പോഴും ഉള്ളത്. സോ ഇവിടെ ഇപ്പോഴും ഞങ്ങൾ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ തന്നെ ഞങ്ങൾ ഫുൾ ഔട്ടിങ്, ഫുഡിങ് ഒക്കെ ആയിരുന്നു. ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കും അവരുടെ കൂടെ. ഒരാളും കൂടി ഉണ്ട് ആക്ച്വലി ഇവിടെ. അയാൾ സ്റ്റഡിയൊക്കെ ആയിട്ട് ബിസിയാണ്. അദ്വൈത് കാണുന്ന സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള സിസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് കോളൊക്കെ ചെയ്ത് ഇങ്ങനെ കുറേ നേരം സംസാരിക്കും. അപ്പോൾ ശ്രീ ചേച്ചി ഉള്ളത് അമേരിക്കയിലാണ്. ചേച്ചിയുടെ മോളാണ് തൻവി. അപ്പോൾ ആ പട്ടി എജാക്സ് ആണ്. എജാക്സിനെ കാണിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഞാനത് ചിന്തിച്ച പോലും ഇല്ല. കാരണം എൻ്റെ ബർത്ത്ഡേ 21st ആയിരുന്നു, ഷാങ്ഹായിലുള്ളപ്പോഴായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. ഇവരെന്ത് കുറച്ച് നേരം നോക്കുമ്പോൾ ഇവർ അടുക്കളയിൽ കിച്ചണിൽ നിന്നിട്ട് എന്തോ ഒരു കള്ളക്കളി. പക്ഷെ ഞാൻ നോക്കില്ല, പക്ഷെ അവരുടെ എന്തെങ്കിലും സംസാരിക്കുകയായിരിക്കും. നോക്കുമ്പോൾ പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു. പക്ഷെ അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഈ കോൺവെർസേഷൻസ് ആൻഡ് ലാഫിങ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വാവ ചേച്ചി സ്വന്തം ഭർത്താവിനെ സന്ദീപേട്ടനെ ട്രോളുന്നതാണ് കേൾക്കുന്നത്. കാരണം മൂപ്പര് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ മറന്നുപോയി. കാരണം മൂപ്പര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫുള്ള് സോങ്ങിലാണ്. അപ്പോൾ സോങ് പെർഫെക്റ്റ് ആക്കണമെന്നുള്ള കോൺസെൻട്രേഷനിൽ ക്യാമറ യൂസ് ചെയ്യുന്നത് മറന്നുപോയി. അപ്പോൾ അത് ട്രോളുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ കപ്പിൾസിൻ്റെയും ഒരു യൂഷ്വൽ ഒരു ആക്ടിവിറ്റിയാണ് ഇത്, അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റ് ചെയ്യുക. പക്ഷേ പാവം ഞാനും വാ ചേച്ചി എപ്പോഴും സന്ദീപേട്ടനെ റോസ്റ്റ് ചെയ്യാറുണ്ട്. പാവം ഞങ്ങളോട് സംസാരിച്ച് നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും മൂപ്പര് സൈലൻ്റായിട്ട് ആ ഓപ്പോസിറ്റ് വഴി അങ്ങ് പോകും. നെക്സ്റ്റ് ഞങ്ങൾ ഇന്ത്യസ് ലാർജസ്റ്റ് അക്വേറിയം, ഇറ്റ്സ് ഇൻ ബാംഗ്ലൂർ, ഞങ്ങളത് കാണാൻ പോയി. സോ ആ വീഡിയോ ആണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. സോ നമുക്കിനി അത് കാണാം. Hello. Hi, I am Han. I am Sandeep. His dad. And you know who this is? Yep. My sister. Yep. Come, let's go. നമ്മൾ ഇന്ന് പോകുന്നത് ബൈ ദ വേ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന 2 ആൾക്കാർ ഓൾറെഡി എത്തി. നമ്മൾ ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ അവർ വന്നു. എൻ്റെ അമ്മയും മൂത്തമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ VIP ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് കിട്ടിയത്. അവിടെ നല്ല രസാട്ടോ ആ ലോണ്. ഒറിജിനാലിറ്റി ഉണ്ടായിക്കോട്ടെ. ലാസ്റ്റ് ഡേ ഇൻ ബാംഗ്ലൂർ വിത്ത് അഹാൻ. Why did you do that? നമ്മൾ എങ്ങോട്ടാ പോന്നെ? We're going to aquarium. അക്വേറിയം പാരഡൈസ്. Paradise of aquarium. The longest India's longest in India. അക്വേറിയം ടണൽ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതലുള്ള കസിൻ സിസ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഞങ്ങൾ കാണുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളവരെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങുന്നതൊക്കെ ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും ഉറങ്ങുക. കാരണം ഫുള്ള് കഥ പറഞ്ഞ് ഭയങ്കര ഹാപ്പി മെമ്മറീസ്. ഈവൻ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴും ഹോൾ ജേർണി നമ്മൾ ഫുള്ള് കഥ പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷെ എന്തൊക്കെയായാലും ബാംഗ്ലൂരെ ട്രാഫിക് എൻ്റെ അമ്മോ തലവേദന വന്നു പോകും. നമ്മൾ ഒരു ഈവൺ 2 kilometer ഡിസ്റ്റൻസിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും ഭയങ്കര തലവേദന വന്നു പോകും. അപ്പം ഞങ്ങൾ പോകുന്നതിന് അവിടെ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ കുറേ ചിക്കൻ വറവറ, പെപ്പർ ചിക്കൻ എന്നൊക്കെ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു. പക്ഷെ അമ്മയ്ക്ക് മാത്രം വെജ് താലിയാണ് ഓർഡർ ചെയ്തത്. കാരണം ഇപ്പം നോൺ വെജ് അമ്മ കഴിക്കൂല. കാരണം ഇപ്പോൾ കർക്കിടകമായതുകൊണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും എന്തായാലും ഞങ്ങൾ ഇരുന്ന സ്ഥലം നല്ലൊരു സ്ഥലമായിരുന്നു. ഇപ്പം ബാംഗ്ലൂർ നല്ലൊരു ക്ലൈമറ്റാണ്. കാരണം അധികം മഴയില്ല നമ്മുടെ നാട്ടിലെ പോലെ. പക്ഷേ അതിൽ ഡ്രിസ്ലിംഗ് ആണ്. ഈവൺ നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു തണുപ്പ്, നല്ല തണുത്ത കാറ്റ്. അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു. നമുക്കങ്ങനെ ക്ഷീണമൊന്നും തോന്നില്ല.
ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്വന്തം അഹാനാണ്. കറക്റ്റ് പുറത്തെ കാഴ്ചയല്ല അവന് ഒപ്പിയെടുക്കും. और ये आपका तंदूरी और राइस एक ही साथ लेके आ रहा हूँ सर्व करने को सर्व करने वो वाले സ്പൈസി കുഴപ്പമില്ല. നമുക്ക് സ്പൈസി പറ്റില്ല. വയറിന് പ്രശ്നമായിരുന്നു, ഇപ്പം എനിക്ക് പ്രശ്നമല്ല. പണ്ട് ഇതമ്മ നോക്കിയോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പടി കഴിക്കാനാവില്ല. പെപ്പർ ചിക്കൻ കുറച്ച് സ്പൈസി ആയിരുന്നു, കുറച്ചധികം. നമുക്കത് ഈവൻ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടുമ്പോൾ ആ ഒരു സ്പൈസ് ബാലൻസ് ആകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അഹാൻ്റെ പൊറോട്ട കണ്ടപ്പോൾ കൊതിയായപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഭയങ്കര ക്രിസ്പി പൊറോട്ടയായിരുന്നു, ഓവർ തിക്നെസ് ഇല്ലാത്ത നല്ല. ഇറ്റ് വാസ് ടേസ്റ്റി. അധികം എരിവില്ല, സ്പൈസി നെയ്യാണ്. Kind of lemony. സ്വീറ്റ് ഒന്ന് സെറ്റ് ചെയ്യും. ഞങ്ങൾ ഗീ റൈസും പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചിക്കൻ ഐറ്റംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സ്പൈസി എലമെൻ്റ് മാറ്റി വെച്ചാൽ, ആ ഒരു ഐറ്റം മാറ്റി വെച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. പാവ അമ്മ ഞങ്ങളുടെ ചിക്കൻ്റെ മണം എല്ലാം കൊണ്ട് വെജിറ്റബിൾ താലി കഴിച്ചു. പക്ഷെ അമ്മ പറഞ്ഞു വെജിറ്റബിൾ താലി വാസ് സോ സാറ്റിസ്ഫൈങ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നോ വറീസ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഭക്ഷണമൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു. ആർത്തിമുത്ത് കംപ്ലീറ്റ് അവർ തന്ന ബൗളിലുള്ളത് ഫുള്ള് പ്ലേറ്റിലിട്ട്, പക്ഷേ ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ചൈനയിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറി, ഗീ റൈസൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയായിരിക്കും. ഞാൻ നാട്ടിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഈവൻ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് പാരഗണിലെ പ്രോൺസ് ബിരിയാണി കഴിക്കാനുള്ള ഒരാശ്വാസത്തിലാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ കൊതിയാവുന്നു. പക്ഷേ ഇറ്റ് വാസ് ടേസ്റ്റി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റി കുറേ ഉണ്ടായിരുന്നു. അവസാനം വയറ് ഫുള്ളായി കഴിക്കാൻ പറ്റിയില്ല. ചിക്കൻ കറി ആണെങ്കിലും ഈവൻ ചിക്കൻ ഫ്രൈ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ ഡെസേർട്ടായിട്ട് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ് എടുത്തത്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. ലിറ്ററലി അതിങ്ങനെ മെൽറ്റി ആയിരുന്നു വായിന്ന്. ഫസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു ടെൻഡർ കോക്കനട്ട് ജ്യൂസൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ടെൻഡർ കോക്കനട്ടിൻ്റെ. പക്ഷേ പുഡിംഗ് ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ അക്വേറിയം പാരഡൈസിലെത്തി. ഞങ്ങൾ താമസിക്കുന്ന ചൂടസാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒരു 1.5 hours മാക്സിമം ജേണി ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യസ് ലാർജസ്റ്റ് അക്വേറിയമാണ്, വിച്ച് ഈസ് ഇൻ ബാംഗ്ലൂർ. ആൻഡ് ബിസൈഡ് ദർ ഈസ് എ ഫൺ വേൾഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓൾസോ. പക്ഷേ ഞങ്ങൾ അവിടെ പോയില്ല. ഞങ്ങൾ അക്വേറിയം ആയിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. Actually, this aquarium has the longest tunnel, which is over 180 feet long. And this has opened in 2025. And ഇവിടെ over 100 rare and exotic fish species are there. അപ്പോൾ അതൊക്കെ എവറിത്തിങ് ഐ കാൺ കവർ. പക്ഷേ ഞാൻ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫിഷസിനെ ഞാൻ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മൾ ലാസ്റ്റാണ് ഇതിൻ്റെ ടണൽ. ആ ടണലിലൂടെ നമ്മൾ പോകുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. നോട്ട് എവ്രി വൺ. എനിക്ക് അമ്മയ്ക്കൊക്കെ തോന്നിയിരുന്നു ഭയങ്കര തലചുറ്റലൊക്കെ പോലെ തോന്നിയിരുന്നു. അത് ഭയങ്കര ലോങ്ങസ്റ്റ് ടണലാണ്. വൺസ് വി എൻ്റർ ദ ടണൽ വി കാൺ കം ബാക്ക്. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈവൻ ദ അക്വേറിയത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഹോൾ ജേർണിയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആൻഡ് എൻജോയ് ചെയ്തത് അഹാനാണ്. അഹാൻ ഇങ്ങനെ ഓരോ ഈവൻ ഫിഷസിൻ്റെ ഓരോന്നിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അഹാൻ എല്ലാം വായിച്ച് ഒക്കെ റീഡ് ചെയ്ത് അതിനെ ഫുൾ അനലൈസ് ചെയ്ത് ആ ഹോൾ ഫിഷസിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കറക്റ്റ് കുറേ ടൈം ഓരോ വെറൈറ്റി ഓഫ് ഫിഷസിൻ്റെ അടുത്തും കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് അഹാൻ മെല്ലെ മെല്ലെ നടന്ന് നീങ്ങിയത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവനാണ് എൻജോയ് ചെയ്തത്. പക്ഷേങ്കിൽ ലാസ്റ്റ് നമ്മൾ ടണലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അതായിരുന്നു ലാസ്റ്റ് പാർട്ട്. പക്ഷേങ്കിൽ അത് അത്ര കണ്ട് എക്സൈറ്റിംഗ് ആയിരുന്നില്ല ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ഇറ്റ് വാസ് ഓക്കെ.
ഹെൻ സിറ്റി ഈസ് ഇന്ത്യാസ് ലാർജസ്റ്റ് അക്വേറിയം, ബട്ട് സ്റ്റിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നി. കൂടുതലും കുറച്ചുകൂടിയും വെറൈറ്റി ഓഫ് ഫിഷസിനെ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. നമ്മളിപ്പോൾ ഒരു 10 ഔട്ട് ഓഫ് 10 നമ്മൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 7, 6.5, ഒരു 7.5 മാക്സിമം. അത്രയുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് 10 ഔട്ട് ഓഫ് 10. എനിക്ക് ഈ ഹോൾ അക്വേറിയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാർട്ട് ഈ ജെല്ലി ഫിഷിൻ്റെതായിരുന്നു. ഒരു കംപ്ലീറ്റ് ഒരു ഹോളിൽ ഫുള്ള് ഒരു ബിഗ് കണ്ടെയ്നറിൽ ജെല്ലി ഫിഷ് ഉണ്ടാവും. അവിടെ ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഓഫ് ആവുമ്പോൾ നമ്മൾക്ക് കംപ്ലീറ്റ് ഈ ജെല്ലി ഫിഷ് ഗ്ലോ ചെയ്യുന്നത് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈവൺ അവിടെ മിററൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഈവൺ ഇതും എനിക്കിഷ്ടപ്പെട്ടു. അവിടെ റൂഫിൽ വാട്ടറും ഫിഷൊക്കെ ആയിട്ട്. ഇതിൻ്റെ ബിസൈഡാണ് നമ്മുടെ കണ്ട വാട്ടർഫോളിൻ്റെ കണ്ടിന്യൂറ്റി. പിന്നെ നമ്മളൊരു ഷാർക്കിനെ കണ്ടു. ദാറ്റ് പാർട്ട് ഓൾസോ വാസ് ഗുഡ്. എപ്പോഴും നമ്മൾ എങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന എന്നതിലല്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, വിത്ത് ഹും വി ആർ ട്രാവലിംഗ്. എനിക്ക് തോന്നുന്നു അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതും നമ്മൾ കസിൻസിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടി. ഇത് കണ്ട് ഉറങ്ങുന്നൊരു ഫിഷിനെ ഇതെനിക്ക് കാണിച്ചു തന്നത് അഹാനാണ്. ശരിക്കും ആ ഫിഷ് ഉറങ്ങുന്ന പോലെയാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പാട്ടെത്തി, വിച്ച് ഈസ് ദ ടണൽ. കുറേ ആൾക്കാരുണ്ടായത് കൊണ്ടാണോ അറിയില്ല, പക്ഷേങ്കിൽ ടണൽ ഭയങ്കര ലോങ്ങസ്റ്റ് ആണെങ്കിലും ഇറ്റ് വാസ് ഓക്കെ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ടണൽ ലാസ്റ്റ് പാർട്ട്. ഈവൺ ആദ്യം എക്സൈറ്റഡ് ആയ അഹാൻ വരെ പറഞ്ഞു ലാസ്റ്റ് പാർട്ട് ഈസ് നോട്ട് എക്സൈറ്റിംഗ്. അപ്പം ഞങ്ങൾ ലാസ്റ്റ് കണ്ട് കഴിഞ്ഞ് അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ ലാസ്റ്റ് പാർട്ട് ടണൽ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഈ ഹോൾ കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു കൂടുതൽ ടണലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോയപ്പോഴായിരുന്നു കൂടുതൽ നമുക്ക് ഈവൻ മേ ബി ബിക്കോസ് ഓഫ് ലെസ് ഓക്സിജൻ ഐ തിങ്ക്, ഐ ഡോണ്ട് നോ, ഭയങ്കര തലചുറ്റലൊക്കെ വന്ന് തലവേദനയും തലചുറ്റലൊക്കെ ക്ഷീണിച്ചു പോയി. അപ്പം ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി ഒരു ചായ കഴിച്ചു. പിന്നെ ഒരു പാവ് ബജി കഴിച്ചു. ഞാൻ ഇതുവരെ പാവ് ബജി കഴിച്ചിരുന്നില്ല, പക്ഷേങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്ര ടേസ്റ്റ് ഇല്ല. ഇറ്റ് വാസ് ഓക്കെ. പിന്നെ പാനിപൂരി ഈസ് ഓൾസോ ഗുഡ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ചായ കുടിച്ചപ്പോൾ തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ മാറി, തലവേദനയൊക്കെ മാറി, ഒന്ന് റീഫ്രഷായി. പിന്നെ ഞങ്ങൾക്കൊരു ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യണമായിരുന്നു. അത് ഞാൻ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ നിങ്ങളത് പോയി കാണണം. പിന്നെ ചായയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൻ്റെ അടുത്തിൽ തന്നെയുള്ള ഒരു പാർക്കിൽ ചുമ്മാ നടക്കാൻ പോയി. പക്ഷെ അത് ഭയങ്കര റീഫ്രഷിംഗ് ആയിരുന്നു. എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, ഇറ്റ്സ് ലക്കി ടു ഗെറ്റ് ഗുഡ് കസിൻസ്. എല്ലാവർക്കും ഒന്നും അത് കിട്ടില്ല, പക്ഷേ എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഐ ഫീൽ സോ ലക്കി. ഈവൻ എൻ്റെ കസിൻസ് സിസ്റ്റേഴ്സ് എന്നെ ഒരുപാട് ഞങ്ങളെ കെയർ ചെയ്യുന്നത് പോലെ തോന്നാറ്. ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുന്നത് 10th ഹോളിഡേ ആയിരുന്നു. ആ ഒരു ടൈം മുതൽ ഞങ്ങൾ എപ്പോഴും +1 +2 ഹോളിഡേയ്സിനൊക്കെ എപ്പോഴും വി കീപ്പ് ഓൺ കമ്മിങ് ബാക്ക് ഹിയർ. And I know that happy memory is not because of this place, it's because of the people around me, and thank you God for that.